ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ അത് രാവിലെ തന്നെ എഴുന്നേറ്റ് ചായ തിളച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചോറ് വാർത്ത് വെച്ചിട്ടുണ്ട്, കടല അടുപ്പത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കടല മാത്രം വെക്കണല്ലോ, വേറെ ഒന്നും വെക്കില്ല. എന്താ പറയുക, അധികം പണികൾ വേണ്ടാന്ന് വെച്ചാൽ വൈകുന്നേരം ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കൂടുതൽ ജോലികൾ അങ്ങനെ കടല വേവിക്കാനായിട്ട് അടുപ്പത്തിട്ട് കഴിഞ്ഞപ്പോഴേക്കും ചായയൊക്കെ തിളച്ച് പിന്നെ ഞാൻ ആ ചായ എടുത്തു കേട്ടോ. ചേട്ടൻ നല്ല വെള്ളം കൊണ്ടുവരാൻ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട്, 2 കുടം വെള്ളം കൊണ്ടുവരും. അപ്പോൾ അത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ ചായയിലും മധുരം അമ്മയ്ക്കുള്ളതൊക്കെ മാറ്റി വെച്ച് ചായയിൽ ബാക്കിയുള്ളതിലും മധുരം ഇട്ടിട്ട് രണ്ടാൾക്കും കൂടിയുള്ള ചായയൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ കടല എന്തായാലും കുറച്ച് നേരം കുക്കറിൽ കിടക്കണമല്ലോ. അപ്പോൾ കുറച്ച് ടൈം ഒന്ന് നമുക്ക് റിലാക്സ് ചെയ്യാനുണ്ട് രാവിലെ തന്നെ. വേറെ ഒന്നും ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചതുകൊണ്ടാണ് കേട്ടോ, വൈകുന്നേരം ആവാമെന്ന് വിചാരിച്ചതുകൊണ്ടാണ്. അപ്പോൾ ആദ്യം ഞാൻ അടുക്കളയിൽ ഇരുന്ന് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ തീരെ പറ്റണില്ലെങ്കിൽ ചെറിയ തലവേദനയൊക്കെ ഉണ്ട്. ഉറക്കം കുറഞ്ഞിട്ട് തന്നെയാണ് ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഉറക്കം അങ്ങോട്ട് ശരിയാവാണ്ട് കിടക്കണില്ല. അതുകൊണ്ടാണ് അങ്ങോട്ട് സമയം ശരിയാവണില്ല. ഇനി സൺഡേയിലാവണം അതൊക്കെ അഡ്ജസ്റ്റ് ആവണമെങ്കിൽ. ഇപ്പം നമ്മുടെ പറിച്ച് വെച്ച ഒരു ചെടി വാടി നിൽക്കുന്നുണ്ട്. അത് നോക്കാനായിട്ടൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയതാട്ടോ. അതോടുകൂടി മുറ്റത്തേക്ക് അങ്ങോട്ട് നടന്നു. അപ്പോൾ ഈ ഒരു തൈ മുളച്ചുകൊണ്ട് എന്തിട്ടാന്ന് മനസ്സിലാവണില്ല കേട്ടോ. എന്തോ ഒരു പച്ചക്കറി തന്നെയാണ്. അപ്പോൾ കൂട്ടുകാർക്ക് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. എന്തിട്ടെന്നാലും ഇങ്ങനത്തെ ഒരു പൂ കണ്ടിട്ടില്ലേ അല്ലേ? കയ്പയ്ക്ക് ഇവിടുന്ന് ഇട്ട് അറ്റം വരേക്കോ ഉണ്ടാ. അത് പിന്നെ തുപ്പില്ല പല്ലേച്ചിട്ട് അത് കാക്കണ പോലെ ദൂരം. അപ്പോൾ കോവലിൻ്റെ ഇലയമ്മ നിറച്ച് വെള്ള കളറുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താ ചോദിച്ചപ്പോൾ ചേട്ടൻ പറയണ പല്ലേച്ച് തൊപ്പിണ്ടാവും എന്നാണ് പറയുന്നത് കേട്ടോ. ഇത്ര പേരത്തെ എന്തായാലും അതുമ്പോ പോയി തുപ്പാരൊന്നും പോയില്ലല്ലോ ആരും. ഇപ്പോൾ പിന്നെ ആരും മുറ്റത്തേക്ക് പല്ലേക്കുമ്പോൾ ഇറങ്ങണം കൂടിയില്ല, അകത്ത് തന്നെ എല്ലാവരുടെയും പരിപാടി. അപ്പോൾ അതാണ് കേട്ടോ. എന്തെങ്കിലും കേടാണെങ്കിൽ കൂട്ടുകാർക്ക് അറിയാവുന്നവരൊന്ന് പറഞ്ഞോളോ. ഈ കൃഷി ചെയ്ത് അത്ര പരിചയമൊന്നുമില്ല, പക്ഷേ ഒക്കത്തിനും ഭയങ്കര ഇഷ്ടമാണ്. 2-3 കൊല്ലത്തെ എൻ്റെ പ്രയത്നം കേട്ടോ ഈ കോവൽ ഇപ്പോൾ നന്നായിട്ട് പിടിച്ചേക്കണത്. ആദ്യം പിടിക്കും, അത് കോവലുണ്ടായി തുടങ്ങും, അപ്പോഴേക്കും മഴ വരും, അതിങ്ങനെ ആകെ ഇല്ലാണ്ടാവും. വീണ്ടും നന്നായിട്ട് വരും, ആകെ ഇല്ലാണ്ടാവും. അങ്ങനെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കൃഷിയൊക്കെ ആകെ താഴത്തേക്ക് പോകട്ടാ. അങ്ങനെയാണ്, വെള്ളം കൂടുതലുള്ള സ്ഥലമല്ലേ. പിന്നെ ഇതാ കടലൊക്കെ വെന്തിട്ടുണ്ട്. വെറുതെ കുത്തിക്കാച്ചാനാണ് വിചാരിക്കണുള്ളൂ. അപ്പോൾ നാളികേരം ഇല്ലയെന്ന് കണ്ടപ്പോൾ ഞാൻ പിന്നെ രീതിയൊന്ന് മാറ്റി. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ഒന്ന് മൂപ്പിച്ച് പിന്നെ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. പക്ഷേ തീരെ എരിവുണ്ടായിരുന്നില്ല, കാശ്മീരി ഇടണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടാ. കളർ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ കാശ്മീരി മുളക് പൊടി ഇട്ടത്. പക്ഷേ ഒട്ടും എരിവില്ലെങ്കിലും ടേസ്റ്റ് ഒന്നും ഇല്ലല്ലോ. പിന്നെ ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 2 സവോളയും കൂടി അരിഞ്ഞിട്ടു കേട്ടോ. നാളികേരം ഇല്ലാത്ത കാരണം കൊണ്ട് തലേദിവസം അത്ര ശ്രദ്ധിച്ചില്ല. അത് കാരണം കൊണ്ട് പിന്നെ സവോള ഒന്ന് വഴറ്റി, വല്ലാണ്ടൊന്നും വഴറ്റാൻ നിന്നില്ല, ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു രീതിയിലായിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ സവോള ഒന്ന് വഴറ്റി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കടല വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് ഒട്ടും വെള്ളമില്ലാണ്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത്തിരി കൂടുതൽ കടല എടുത്തിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നും കറിയില്ലല്ലോ, എല്ലാവരുടെ പാത്രത്തിലും പകർത്തണം, എല്ലാവർക്കും 2 നേരം കഴിക്കുകയൊക്കെ വേണ്ടേ. അത് കാരണം കൊണ്ട് അങ്ങനെ കടല അതേ ഊറ്റി ഇട്ട് കൊടുത്തു. പിന്നെ ഇത്തിരി ഉപ്പ് പോരായിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് മിക്സ് ചെയ്തു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കടല പരിപാടി കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ കടലും പയറൊക്കെ രാവിലെ വെച്ച് അതുകൊണ്ട് തന്നെ കഴിക്കാൻ പറ്റുക നല്ല എളുപ്പമാണ് കേട്ടോ. എന്താ പറയുക, വലിയ പണിയൊന്നും ഇല്ല രാവിലെ. പക്ഷേ എന്നും ഇങ്ങനത്തെ ഉടായ്പൊന്നും പറ്റില്ല, എന്നാലും ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. അങ്ങനെ അത് കഴിഞ്ഞ് കേട്ടോ. അപ്പോഴേക്കും ശ്രീകുട്ടൻ ഫുഡ് കഴിക്കാൻ വന്നു, ചേട്ടനും ഫുഡ് കഴിക്കാൻ വന്നു. വേഗം ചോറ് പകർത്തണം, 10 മിനിറ്റോളം എന്ന് പറഞ്ഞു ശ്രീകുട്ടൻ. ചേട്ടനും അങ്ങനെ തന്നെ പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ പിന്നെ വേഗം ചോറ് പാത്രമൊക്കെ എടുത്ത് കഴുകി ചോറ് പകർത്തി. അതിനിടയ്ക്ക് എനിക്കും ആദ്യത്തിനുള്ളതും കൂടി പകർത്തി കേട്ടോ. ഇനി അതിന് വേണ്ടിയിട്ട് വേറെ ടൈം കണ്ടെത്തണ്ടെന്ന് വിചാരിച്ചിട്ട് അതും കൂടി അപ്പം തന്നെ ചെയ്യാൻ നിന്നു. അപ്പോൾ ആ പണിയും കൂടി കഴിഞ്ഞ് തീർന്നല്ല. പിന്നെ അതിനിടയ്ക്ക് തന്നെ പാത്രങ്ങൾ കഴുകലും അങ്ങനെ എല്ലാ പണികളും അതിനിടയ്ക്ക് തന്നെ തീർത്തു. പിന്നെ ഇന്ന് അലക്കാനൊന്നും പോയില്ല, ഇന്നലെ വൈകുന്നേരം അലക്കിയിട്ടേക്കണതല്ലേ, പിന്നെ ഇപ്പോൾ അലക്കേണ്ട ആവശ്യമില്ല. ഗോതമ്പ് കുറച്ചും കൂടി ഒന്ന് വെയിലത്തിടേണ്ട ആവശ്യമുണ്ട്. പക്ഷേ ഇന്ന് അതിനങ്ങനെ നാളെയും സമയമില്ലാത്ത ദിവസമാണ് കേട്ടോ. ആദ്യത്തിൻ്റെ സ്കൂൾ വരെ ഒന്ന് പോകണം. അപ്പോൾ പിന്നെ അത് നാളെയും സമയം ഉണ്ടാവില്ല. അപ്പം എന്തായാലും ഒരു ദിവസം കൂടി ഒന്ന് ഗോതമ്പ് നന്നായിട്ടൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കി ഒന്നും കൂടി ഒന്ന് ചേറിയെടുക്കണം. വെയിലത്തിട്ടിട്ടാൽ എന്താണെന്നറിയില്ല, കുറച്ചും കൂടി പൊടി കാണാണ്ടായാലും. അപ്പം ഞാൻ കടല മാത്രമായിട്ട് എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട്
പിന്നെ ഇത്തിരി പപ്പടം കൂടി എടുത്ത് ഒന്ന് വറുത്തെടുത്തു കേട്ടോ. പപ്പടം വറുത്തിട്ട് ഇങ്ങനെ പൊടിച്ചിട്ട് കുഞ്ഞു പാത്രത്തിലാക്കി കൊടുക്കും. അപ്പോൾ പിന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റി കൊള്ളുമല്ലോ. അങ്ങനെ പപ്പടം കൂടി വറക്കണ പരിപാടി കഴിഞ്ഞു. പിന്നെ പപ്പടം വറക്കാൻ നിൽക്കുന്ന നേരത്താണ് കേട്ടോ നമ്മുടെ മുറ്റത്തെ കാഴ്ചകൾ കണ്ടത്. ഞാൻ പൂച്ചയ്ക്ക് ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കണ്ടപ്പന് ഇഷ്ടപ്പെട്ടൊന്നുമില്ല കേട്ടോ. അവൻ അങ്ങോട്ട് തിരിഞ്ഞ് ഇരുന്നു. പിന്നെ നമ്മുടെ വെള്ളപ്പൂച്ചകൾ രണ്ടാളും കൂടി ഇന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒരാൾ കാത്തിരിക്കണമൊക്കെ ഒരു കാക്ക, ഒരു കാക്കയൊന്നുമല്ല, കുറേ അപ്പുറത്തൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് മതിയായിട്ട് വേണം കാക്കയ്ക്ക് എടുക്കാൻ കേട്ടോ. അതിനാണ് ഈ ചുള്ളൻ കാത്തിരിക്കുന്നത്. അപ്പം അങ്ങനെ അവർ കഴിച്ച് കഴിഞ്ഞ് മതിയായി നീങ്ങിപ്പോയപ്പോൾ നമ്മുടെ കാക്കയ്ക്കും കിട്ടി ചോറ്. അങ്ങനെ ഞാൻ ചോദിക്കൊക്കെ പോയി കേട്ടോ. വൈകുന്നേരം വന്ന് കുറച്ച് ചോറേ ഉള്ളൂ. വൈകുന്നേരം പൂരി ഉണ്ടാക്കണമെന്ന് വെച്ചു. ഇപ്പോൾ എന്നും പലഹാരം ഉണ്ടാക്കാൻ ആകുമ്പോഴേ കുട്ടികൾക്ക് എന്തോ ഒരു മടുപ്പ്. അപ്പം ഞാൻ 3 നേരം ചോറ് വേണ്ടാന്ന് വിചാരിച്ചിട്ട് വൈകുന്നേരത്തേക്ക് പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ചോറ് ബാലൻസ് ഉണ്ട്, അതൊന്ന് തിളപ്പിച്ച് വെച്ചു. ഇനി ആർക്കെങ്കിലും ചോറ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ ചോറുണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതൊന്ന് തിളപ്പിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ പൂരിക്ക് കുഴയ്ക്കാനായിട്ട് എടുത്തു കേട്ടോ. രാവിലെ കുഴച്ച് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷേ ഞാനിപ്പോൾ അത്രയും നേരം ഇങ്ങനെ ഫ്രിഡ്ജിലിരിക്കേണ്ടതെന്ന് വെച്ചിട്ട് വേണ്ടാന്ന് വെച്ച് വൈകുന്നേരം വന്നിട്ട് തന്നെയാണ് കുഴച്ച് വെച്ചത് കേട്ടോ. അപ്പോൾ അത് കുഴച്ച് വെച്ച് കറി ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും ഇതിന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ചെയ്യും. കുറച്ച് ഉപ്പിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ കുഴച്ച് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആക്കിയിട്ട് അങ്ങനെ കുഴച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാനങ്ങനെ കൂട്ടുകാരോടൊരു ഹായ് പറയാമെന്ന് വിചാരിച്ചു. അയ്യോ, ആരൊക്കെയോ എന്നോട് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കമൻറ്റ് കാണുമ്പോൾ ഞാൻ വിചാരിക്കും വീഡിയോയിൽ ഇപ്പോൾ ഹായ് പറയാമെന്നൊക്കെ വിചാരിക്കും. പിന്നെ എന്താ പറയുക, തിക്കും തിരക്കും കഴിഞ്ഞ് എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ശബ്ദം കൊടുക്കാൻ നേരത്തെ അതൊക്കെ മറന്നു പോകും ഞാൻ. അതുകൊണ്ടാണ് കേട്ടോ, ക്ഷമിക്കുക കൂട്ടുകാർ. പിന്നെ നാളികേരം ഞാൻ കൊപ്രയായിരുന്നു കേട്ടോ അങ്ങനെ നന്നായിട്ട് ഉണങ്ങിയത്. അപ്പോൾ വറുത്തരയ്ക്കാൻ അത് നല്ലതാണല്ലോ. അപ്പോൾ അതിനൊന്ന് മുറിച്ചിട്ട് മിക്സിയിലൊന്ന് അടിച്ചിട്ട് ചീനച്ചട്ടിയിലേക്ക് ഇട്ടു. പിന്നെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും പച്ചമുളകും ഒരു ഇത്തിരി പെരിഞ്ചീരകവും ഒക്കെ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുത്തു. പിന്നെ അതിലേക്ക് ഇത്തിരി കുരുമുളകും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടി ഇട്ടില്ല കേട്ടോ. കടല കാച്ചിയിൽ നമ്മുടെ ഉണ്ടല്ലോ. അപ്പോൾ ആ കടല കളയാണ്ടിരിക്കാനുള്ള ഒരു സൂത്രമാണെന്ന് വേണമെങ്കിൽ ഇത് പറയാം കേട്ടോ. ഒക്കെ ഇട്ടുങ്ങാട്ട് വറുത്തെടുത്തു. അപ്പോൾ ആ വറുത്ത് അരച്ച ഒരു കറിയും കൂടി ആയില്ലേ. അപ്പോൾ ഇനിയിപ്പോൾ വേറെ ആദ്യം ഉരുളക്കിഴങ്ങും കോളിഫ്ലവറും ഇരിപ്പുണ്ട്, അത് ചെയ്യാമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാ വെറുതെ അതൊക്കെ അരിയാനൊക്കെ നിൽക്കണേ, ഈ കടലെടുത്ത് കളയേണ്ടി വരും രണ്ടാമത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊന്ന് വറുത്തരച്ച് അതിൻ്റെ ഒരു രൂപം മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല. ചാറ് മാത്രം. പിന്നെയും അമ്മയ്ക്കാണ് ഇത്തിരി പ്രശ്നം. അമ്മ പിന്നെ പൂരി ആയതുകൊണ്ട് നമുക്ക് കറി അത്ര നന്നായില്ലെങ്കിൽ അത്ര വിരോധമില്ല. വെറുതെ കടിച്ച് ഒരു കട്ടൻ ചായ വെച്ചിട്ടായാലും നമുക്ക് കഴിക്കാമല്ലോ. അതൊരു സമാധാനം ഉണ്ട് എനിക്ക്. എന്നാലും ശ്രീകുട്ടനായതിനും കറി വേണമെന്ന് നിർബന്ധം കേട്ടോ. അങ്ങനെ അത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തു. പിന്നെ ഒരു ചീനച്ചട്ടി വെച്ച് ചുമന്നുള്ളി അരിഞ്ഞ് നന്നായിട്ട് ഫ്രൈ ആക്കി കറിവേപ്പിലയും കൂടി ഇടാം കേട്ടോ. എൻ്റെ കയ്യിൽ കറിവേപ്പില കഴിഞ്ഞു, അതുകൊണ്ടാണ് നമ്മൾ അരച്ച് വെച്ചതും കൂടി അരപ്പും കൂടി ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് തിളപ്പിച്ചെടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ കടലക്കാലത്തെ ബാക്കിയുണ്ടല്ലോ, അത് ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. കടലയൊക്കെ അരച്ച് കൂട്ടറങ്ങിയൊക്കെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ എനിക്കത് അത്ര ടേസ്റ്റ് ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ഇത് ഇത്തിരിയല്ലേ ഉള്ളൂ, കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതിനെ ഞാനൊരു രൂപം മാറ്റം വരുത്തി എടുക്കണ പരിപാടിയാണ്. അങ്ങനെ അതിനവിടെ ഇട്ട് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ മുറ്റത്ത് മല്ലിയില ഉണ്ടല്ലോ, അത് ഇതേ പൊട്ടിച്ചുകൊണ്ട് വന്ന് അരിഞ്ഞെടുത്തങ്ങോട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ ഏത് മല്ലിയിലയും ആയാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ മല്ലിയില ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു തക്കാളിയും കൂടി അരിഞ്ഞിടണം കേട്ടോ, അത് ഞാൻ പറയാൻ വിട്ടുപോയി. നമ്മൾ മെഴുക്ക് പറ്റി വയ്ക്കുമ്പോൾ എന്തായാലും തക്കാളിയൊന്നും ഇടില്ലല്ലോ. അപ്പോൾ ഇതിലാവുമ്പോൾ ഒരു തക്കാളിയുടെ ആവശ്യമുണ്ട്. പിന്നെ പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പൂരി ഉണ്ടാക്കാൻ വളരെ ഈസിയുള്ള പരിപാടിയാണ്. അത് കുഴച്ചൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചപ്പാത്തി പ്രസ് ഉണ്ടെങ്കിൽ പൂരി ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. പിന്നെ അതുപോലെ ഈ കുഞ്ഞ് ചീനച്ചട്ടി ഉണ്ടല്ലോ, അതും കറക്റ്റ് അളവാണത്. ആവശ്യത്തിനുള്ള ചൂട് ഇങ്ങനെ നിൽക്കുകയും ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ കുഞ്ഞ് ചീനച്ചട്ടിയിൽ പപ്പടം കാച്ചാനും പൂരി ഉണ്ടാക്കാനൊക്കെ ഇതിലാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഒരു ഉരുള ഉരുട്ടി ഒരു പ്രസ് ചെയ്ത് നമ്മുടെ ഈ ചീനച്ചട്ടി നന്നായിട്ട് ചൂടാക്കി അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. കുറേ നാളായി ഞാൻ പൂരി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഇന്ന് പൂരി എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പെട്ടെന്ന് കഴിച്ചു തീർക്കുകയും ചെയ്തു കേട്ടോ. ഇടയ്ക്ക് അങ്ങനെയൊക്കെ ഒരു പലഹാരം ഉണ്ടാക്കിയില്ലേ. അപ്പോൾ ഇന്നലത്തെ ദോശമാവ് ബാലൻസ് ഇരിപ്പുണ്ട്. വെള്ളയപ്പം അപ്പോൾ ഗോതമ്പിൻ്റെ എന്ത് ഐറ്റം ഉണ്ടാക്കിയാലും ഈ മൊരിയണതൊക്കെ മണം വന്നു കഴിഞ്ഞാൽ നമ്മുടെ വെള്ളപ്പൂച്ചക്കൂട്ടന് ഭയങ്കര സാമർത്ഥ്യമാണ് കേട്ടോ. അപ്പം ഞാൻ വേഗം പൂരി ആയിട്ട് അവർക്ക് ഇട്ട് കൊടുത്തു. ആവണായിട്ട് പിന്നെ ചൂടോടെ ഇട്ട് കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഒരു പൂരി പൊട്ടിച്ചങ്ങോട്ട് ഇട്ട് കൊടുത്തു. വരുമ്പോൾ ചോറ് കൊടുക്കും. എന്നാലും എന്ത് ഞാൻ അടുപ്പത്ത് പാചകം ചെയ്യണേ
അവരുടെ വിചാരം എല്ലാതും മീനാന്നാ, എന്താണെന്നറിയില്ല. അതേപോലെ ഫ്രിഡ്ജ് തുറന്നാൽ ഒരു സൗകര്യം ഉണ്ടാവില്ല, ഓടി വരും കേട്ടോ. ഫ്രിഡ്ജിൻ്റെ ഉള്ളിലാണ് മീനും പാലും ഒക്കെ സൂക്ഷിക്കുക എന്ന് അവർക്ക് നന്നായിട്ടറിയാം. ഫ്രിഡ്ജ് തുറക്കണുണ്ടാലും ഓടി വരും, ഞാൻ അടുപ്പത്ത് എന്തെങ്കിലും ജോലി ചെയ്യണുണ്ടാലും ഓടി വരും. അപ്പോൾ അവർക്ക് കഴിക്കാനുള്ളതാണെന്നുള്ളൊരു ധാരണ അവർക്കുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പൂരി ഒട്ടും വെളിച്ചെണ്ണയൊന്നും കുടിക്കാറില്ല കേട്ടോ. എല്ലാവരും റവയൊക്കെ ചേർക്കണ കാണാം വെളിച്ചെണ്ണ കുടിക്കാണ്ടിരിക്കാമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ സാധാരണ പോലെ ഉണ്ടാക്കിയാൽ എനിക്ക് അതിലങ്ങനെ വെളിച്ചെണ്ണ കുടിക്കാറൊന്നും പതിവില്ല. അപ്പോൾ എല്ലാ വീഡിയോസിലും പറയണ പോലെ പകുതി പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നത്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയത്. പിന്നെ പിറ്റേ ദിവസത്തേക്കുള്ള സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ചു കേട്ടോ.